ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ തമ്പുലേന് കണ്ടതുപോലെ നമ്മുടെ വീട്ടിലെ സ്വന്തം പാവയ്ക്ക വെച്ചൊരു തോരൻ, എളുപ്പത്തിലൊരു തോരൻ. അപ്പോൾ നമ്മൾ പാവയ്ക്ക, സവാള, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 5-6 കടുക് ഇട്ട് കൊടുക്കാവേ, കുറച്ച് മതി. ഒരു വറ്റൽമുളക്, പിന്നെ അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പാവയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെ സ്വന്തം പാവയ്ക്കയുടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നത് പറഞ്ഞാണേ, നമ്മൾ അരയ്ക്കൊന്നും ചെയ്യേണ്ട. തേങ്ങ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം കേട്ടോ. 1-2 പാവയ്ക്ക മിക്കവാറും കിട്ടും നമുക്ക് വീട്ടിൽ കറി വെക്കാനായല്ലോ. അപ്പോൾ അതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് അടച്ച് വെച്ച് കൊടുത്തൊന്ന് ആവിയേറ്റെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തു അടച്ച് വെച്ച് ആവിയേറ്റെടുക്കാം കേട്ടോ. ഒന്ന് ആവി കയറട്ടെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി. വളരെ എളുപ്പമല്ലേ, തേങ്ങ നമ്മൾ അരച്ച് ചേർക്കാതെ തയ്യാറാക്കിയതല്ലേ. അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം കണ്ടോ, നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.